മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനക്കൂട്ടത്തിൻ്റെ ഓശാന വീഥികൾക്കിടയിലൂടെ നടന്നു നീങ്ങിയ ഈശോയെ അനുസ്മരിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ പോൾ അച്ഛനിലൂടെ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം ചെയ്ത ഈശോയെ തിരുവചനങ്ങളിലൂടെ ധ്യാനിക്കുമ്പോൾ എല്ലാറ്റിനുമുപരിയായി ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട നേഴ്സസ് മിനിസ്ട്രിയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. 40 ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് നാം വിശുദ്ധ വാരത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നത്. ഈശോയും ഈ വിശുദ്ധ വാരത്തിന് വേണ്ടി വളരെ കാര്യമായി തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ നാം വായിക്കും, തൻ്റെ ആരോഹണത്തിൻ്റെ ദിനങ്ങൾ അടുത്തിരിക്കെ ജെറുസലേമിലേക്ക് പോകുവാൻ അവൻ തീരുമാനിച്ചു. ഗ്രീക്ക് ബൈബിളിൻ്റെ പദാനുപദ വിവർത്തനമനുസരിച്ച് ജെറുസലേമിലേക്ക് അവൻ തൻ്റെ മുഖം തിരിച്ചു എന്നാണ് നാം കാണുന്നത്. അതായത് ഈശോ ജെറുസലേമിലേക്ക് പോയി തൻ്റെ പീഡാസഹന മരണങ്ങൾ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അതുമാത്രമല്ല, തൻ്റെ പീഡാസഹനത്തിൻ്റെ അർത്ഥം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ശിഷ്യന്മാരെ അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 3 പ്രാവശ്യം താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമെന്നും എല്ലാവരാലും തിരസ്കൃതനായി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും 3-ാം ദിവസം ഉദ്ധാനം ചെയ്യുകയും ചെയ്യുമെന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ ശിഷ്യന്മാർക്ക് ഈശോയുടെ ഈ പ്രബോധനത്തിൻ്റെ ഒന്നും അർത്ഥം കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ച് മറ്റേതൊരു യഹൂദനെയും പോലെയാണ് ജെറുസലേമിലേക്ക് അവർ പെസഹ തിരുനാളിനായി പോയിരുന്നത്. യഹൂദ നിയമമനുസരിച്ച് വർഷത്തിൽ 3 തവണ എല്ലാ യഹൂദരും ജെറുസലേം ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണമായിരുന്നു. ആ തിരുനാളുകൾ പെസഹ തിരുനാൾ, പെന്തക്കുസ്ത തിരുനാൾ, കൂടാര തിരുനാൾ ഇവയായിരുന്നു. ഈശോ ജെറുസലേമിലേക്ക് പോകുന്നത് പെസഹ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു. ഈ പെസഹ തിരുനാൾ വലിയ ആഘോഷത്തിൻ്റെ സമയമായിരുന്നു. എല്ലാ യഹൂദരും ജെറുസലേം ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നതായിരുന്നു നിയമം. അവരെ സംബന്ധിച്ച് അത് വലിയൊരു ആഘോഷത്തിൻ്റെ അവസരമായിരുന്നു എന്നത് മാത്രമല്ല, ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തതയുടെ ഒരു പ്രകടനം കൂടിയായിരുന്നു അത്. മറ്റ് എല്ലാ യഹൂദരെയും പോലെ ശിഷ്യന്മാരും ഈശോയുടെ കൂടെ പെസഹ ആചരിക്കുവാനായി ജെറുസലേമിലേക്ക് പോവുകയാണ്. എന്നാൽ ശിഷ്യന്മാർ ഒരു ഉല്ലാസ മാനസികാവസ്ഥയിലായിരുന്നുവെങ്കിലും ഈശോയുടെ മാനസികാവസ്ഥ അതല്ലായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ഈശോ പോകുന്നത് പീഡകൾ സഹിച്ച് മരിക്കുവാൻ വേണ്ടിയായിരുന്നു. ഓശാന ഞായറാഴ്ചയായ ഇന്ന് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് നാം ധ്യാനിക്കുന്നത്. ഈശോ ശിഷ്യന്മാരെ മുൻകൂട്ടി പറഞ്ഞുവിട്ട് ബെത്ഫജയിലേക്ക് ചെന്ന് നേരത്തെ തയ്യാറാക്കി നിർത്തിയിരുന്ന ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ആഘോഷപൂർവ്വം ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബെത്ഫജെ ഒലിവുമലയുടെ മുകളിലുള്ള ഒരു ഗ്രാമമായിരുന്നു. ഒലിവുമലയുടെ പടിഞ്ഞാറൻ ചരിവിറങ്ങിയാൽ കെദ്രോൺ താഴ്വരയും ആ താഴ്വര മുറിച്ച് കടന്ന് മോറിയമല കയറിയാൽ ജെറുസലേം ദേവാലയവുമായി. ഈശോ ബെത്ഫജയിൽ നിന്ന് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ഒലിവുമല ഇറങ്ങി
കെദ്രോൺ താഴ്വര കടന്ന് മോറിയാമല കയറി ജെറുസലേം ദേവാലയത്തിലെത്തുകയാണ്. ഇങ്ങനെ ഈശോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്ത സമയത്ത് ജനങ്ങൾ ആർപ്പുവിളികളോടെയാണ് ഈശോയെ സ്വീകരിക്കുന്നത്. ദാവീദിൻ്റെ പുത്രന് ഹോസാന എന്ന് അവർ ഉച്ചത്തിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹോസാന എന്നാൽ കർത്താവെ രക്ഷിക്കണമേ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. യഹൂദരെല്ലാവരും മിശിഹായെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. അവർ റോമാക്കാരുടെ അധീശത്വത്തിന് കീഴിലായിരുന്നു. അവരെ സംബന്ധിച്ച് റോമാക്കാരുടെ ഭരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം ലഭിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവരുടെ ഓശാന വിളികളുടെ പിന്നിൽ ഈശോയെ ഒരു രാജാവായി സ്വീകരിക്കുകയും തൻ്റെ അധികാരവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് റോമാക്കാർക്കെതിരെ പടപൊരുതുകയും ചെയ്യുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയൊക്കെ യഹൂദരുടെ ആ നിലവിളികളിൽ നമുക്ക് കാണാൻ സാധിക്കും. 1-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള യഹൂദരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ചരിത്രകാരനായിരുന്ന ജോസെഫൂസ് ഫ്ലാവിയൂസിൻ്റെ ലിഖിതങ്ങളും അലക്സാണ്ട്രിയയിലെ ഫിലോ എന്ന യഹൂദ ചരിത്രകാരൻ്റെ ലിഖിതങ്ങളുമൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഈശോയുടെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് ഈശോ ഓശാന വിളികളുമായി ഒലൂമല ഇറങ്ങി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ഏതാണ്ട് അതേ സമയത്ത് തന്നെ മോറിയാമലയുടെ നേരെ എതിർവശത്ത് നിന്ന് പീലാത്തോസിൻ്റെ നേതൃത്വത്തിൽ റോമൻ പട്ടാളക്കാർ വലിയ ഘോഷയാത്രയോടുകൂടി ജെറുസലേമിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈശോ ജീവിച്ചിരുന്ന 1-ാം നൂറ്റാണ്ടിൽ യഹൂദരെ അടക്കി ഭരിക്കുവാൻ വേണ്ടി റോമാക്കാർ സ്ഥാപിച്ചിരുന്ന അവരുടെ സ്ഥിരാകേന്ദ്രം ജെറുസലേമിൽ നിന്ന് ഏകദേശം 50 മൈൽ അകലെയുള്ള കേസറിയ മരിട്ടിമ എന്നുള്ള പട്ടണമായിരുന്നു. ഇന്നത്തെ ടെല്ലവീവിനും ഹൈഫായ്ക്കും ഇടയിലുള്ള ഒരു പട്ടണമായിരുന്നു കേസറിയ മാരിട്ടിം. അവിടെയായിരുന്നു പീലാത്തോസ് താമസിച്ചിരുന്നത്. എന്നാൽ വർഷത്തിൽ 3 തവണ യഹൂദർ ജെറുസലേം ദേവാലയത്തിലേക്ക് വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം ജനങ്ങൾ ഒത്തുകൂടുമെന്നതിനാൽ അവരെ നിയന്ത്രിക്കുവാനും കലാപമുണ്ടാകാതെ ജനത്തെ സംരക്ഷിക്കാനും ഒക്കെ പീലാത്തോസ് തൻ്റെ പട്ടാളക്കാരെയും കൊണ്ട് ജെറുസലേമിലേക്ക് വന്ന് ജെറുസലേമിലുള്ള അന്തോണിയസ് ഫോർട്രസ് എന്നുള്ള കോട്ടയിൽ താമസിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ വളരെ ആഘോഷപൂർവമായിരുന്നു അവർ വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ കാലത്തിലാണല്ലോ. പ്രത്യേകിച്ച് പ്രശ്നബാധിതമായ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ CRPF ചില മാർച്ചുകൾ നടത്തുകയും ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് ജനത്തെ അറിയിക്കുകയും ചെയ്യുന്നത് പോലെ റോമാക്കാർക്കും ഒരു ശീലമുണ്ടായിരുന്നു. അവർ കുതിരപ്പട്ടാളങ്ങളും രഥങ്ങളും കാലാൾപ്പടയൊക്കെയുള്ള വലിയ സംഘങ്ങളായിട്ടായിരുന്നു വന്നിരുന്നത്. അതുമാത്രമല്ല, തങ്ങൾക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കുന്ന വ്യക്തികളെ അടിച്ചമർത്തുവാനും അവരെ വേണമെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാനൊക്കെയുള്ള സന്നദ്ധതയും അവർക്കുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ജനത്തെ പേടിപ്പിച്ച് പോലീസിങ് ചെയ്ത് അവരെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു പീലാത്തോസിൻ്റെയും കൂട്ടരുടെയും ലക്ഷ്യം. ഇവിടെ നമ്മൾ ഓശാന തിരുനാളിൽ 2 ഘോഷയാത്രകൾ കാണുകയാണ്. ഒരു ഘോഷയാത്ര ഈശോ കഴുതപ്പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന ഘോഷയാത്ര. എന്നാൽ അതിന് നേരെ എതിർവശത്ത് തൻ്റെ അധികാരവും ശക്തിയും കരുത്തും കാണിക്കുവാൻ വേണ്ടി പീലാത്തോസ് നടത്തുന്ന ഒരു ഘോഷയാത്ര. പീലാത്തോസിൻ്റെ ഘോഷയാത്ര അധികാരത്തിൻ്റെ ഘോഷയാത്രയായിരുന്നു. അത് അധീശത്വത്തിൻ്റെ ഘോഷയാത്രയായിരുന്നു. അത് തകർക്കലിൻ്റെ ഘോഷയാത്രയായിരുന്നു. അത് യഹൂദരെ അടിമകളാക്കുന്ന, യഹൂദർ തങ്ങളുടെ ഭരണത്തിന് കീഴിലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഘോഷയാത്രയായിരുന്നു. എന്നാൽ ഈശോയെ സംബന്ധിച്ച് സമാധാനത്തിൻ്റെ രാജാവായ ഈശോ കഴുതപ്പുറത്ത് കയറി ഒരു പുതിയ മാതൃക ലോകത്തിന് മുഴുവൻ നൽകുകയായിരുന്നു. ഈ 2 ഘോഷയാത്രകളുടെയും ലക്ഷ്യം ജെറുസലേമും ജെറുസലേം ദേവാലയവുമായിരുന്നു. യഹൂദ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യഹൂദരുടെ ജീവിതത്തിൽ കേന്ദ്രസ്ഥാനം ഉണ്ടായിരുന്നത് ജെറുസലേം ദേവാലയത്തിനായിരുന്നു. കാരണം ജെറുസലേം ദേവാലയത്തിലായിരുന്നു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് ജെറുസലേം ദേവാലയം വലിയ അഹങ്കാരത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു സ്ഥലമായിരുന്നു. കാരണം ദൈവം ജെറുസലേം ദേവാലയത്തിൽ വസിച്ചുകൊണ്ട് യഹൂദരെ മുഴുവൻ സംരക്ഷിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നു.
BC 587 നടന്ന ബാബിലോൺ വിപ്രവാസ സമയത്ത് ജെറുസലേം നഗരം തകർക്കപ്പെടുകയും ദേവാലയം നശിപ്പിച്ച് ദേവാലയത്തിലെ സകല ആരാധനാ വസ്തുക്കളും ബാബിലോണിയയിലേക്ക് കൊണ്ടുപോവുകയും ഉണ്ടായി. ഇതിനെ തുടർന്ന് യഹൂദർക്കിടയിലുണ്ടായിരുന്ന ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള വലിയ ആത്മവിശ്വാസം കുറെ കുറഞ്ഞു പോയെങ്കിലും പിന്നീട് 50 വർഷങ്ങൾക്ക് ശേഷം ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ദൈവവിശ്വാസത്തിലും ദൈവ ആശ്രയത്വത്തിലുമുള്ള അവരുടെ ബോധ്യത്തിൽ അവർ കൂടുതൽ വളരുകയുണ്ടായി. ഈശോയുടെ സമയത്തും ജെറുസലേം ദേവാലയം എന്നാൽ അവരെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു. അവിടെ ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തങ്ങളെ തിന്മകളിൽ നിന്നും കെടുതികളിൽ നിന്നുമൊക്കെ ദൈവം സംരക്ഷിച്ചുകൊള്ളുമെന്നുള്ള വലിയൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് പെസഹ തിരുനാളിനോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന കച്ചവടങ്ങളും അനീതി പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ടാണ് ഒരു ചാട്ടവാറുണ്ടാക്കി അവിടെയുള്ള അനീതിയെ ഇല്ലാതാക്കുവാൻ ഈശോ ശ്രമിക്കുന്നത്. എന്നാൽ ഈശോ ഇവിടെ ഉപയോഗിച്ച മാർഗം സ്നേഹത്തിൻ്റെ മാർഗമായിരുന്നു. അത് സ്നേഹത്തിൻ്റെ മാർഗമായിരുന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കുവാൻ തുടർന്നുള്ള ഈശോയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈശോ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അന്ത്യവിധിയെക്കുറിച്ചും സ്നേഹത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ അവർക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി ഫരിസേയ പ്രമുഖരൊക്കെ വന്ന് ഈശോയെ ചോദ്യം ചെയ്യുമ്പോൾ അവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മറുപടി പറയുവാൻ ഈശോ ശ്രദ്ധിക്കുകയാണ്. എന്നാൽ അതേസമയം അവർക്കിടയിലുള്ള അനീതികളെ ചൂണ്ടിക്കാണിക്കുവാനും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുവാനുമുള്ള ധൈര്യവും ആർജവത്വവും ഈശോ പ്രകടിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം വായിക്കുമ്പോൾ അതാണ് നാം കാണുന്നത്. ഹെറോദ് രാജാവിൻ്റെയും യാത്രയുടെ ലക്ഷ്യം ജെറുസലേം ദേവാലയമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അവിടെ പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥിക്കുവാൻ വരുന്ന ജനങ്ങൾ കലാപമുണ്ടാക്കാതെ അവരെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു. അതിനാൽ തന്നെ അധികാരത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഒക്കെ ചിന്തകളാണ് യഹൂദർക്ക് പീലാത്തോസിൻ്റെ സാന്നിധ്യം നൽകിയത്. ഇവിടെ ഈശോയും പീലാത്തോസും 2 ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ദേവാലയങ്ങളെ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരാണ്. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നാം ദൈവാലയമാണ്. കാരണം നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മനുഷ്യരെ സഹായിക്കുമ്പോൾ, രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ ദേവാലയങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉദാത്തമായ ദൈവവിളിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനമായ എല്ലാവരും സഹോദരർ, ഫ്രത്തേലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൻ്റെ 3ഉം 4ഉം നമ്പറുകളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാതൃകയെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി കുരിശുയുദ്ധ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു. അദ്ദേഹം ഈശോയുടെ സ്നേഹത്താൽ ജ്വലിക്കുകയും മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സകല സൃഷ്ടിചരാചരങ്ങളെയും സഹോദരങ്ങളായി കണ്ട് സ്നേഹത്താൽ നിറഞ്ഞു കവിഞ്ഞൊഴുകിയ വിശുദ്ധനായിരുന്നു. ഈശോയുടെ സ്നേഹം കൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ഈജിപ്തിലേക്ക് പോയ കാര്യം മാർപ്പാപ്പ ഫ്രത്തേലി തൂത്തിയിൽ വിവരിക്കുന്നുണ്ട്. ഈജിപ്ത് ആ സമയത്ത് ഭരിച്ചിരുന്നത് മാലിക് എൽ കമീൽ എന്ന് പറയുന്ന സുൽത്താനായിരുന്നു. അദ്ദേഹം മറ്റൊരു മതത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, കുരിശുയുദ്ധ പശ്ചാത്തലമായിരുന്നതിനാൽ വലിയ ശത്രുതയും ഈജിപ്തും ക്രൈസ്തവ വിശ്വാസം പേറുന്ന ആളുകളും തമ്മിലുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ ഈജിപ്തിലേക്കുള്ള യാത്ര തന്നെ വലിയ അപകടമായിരുന്നു. എന്നാൽ സ്നേഹത്താൽ നിറഞ്ഞു കവിഞ്ഞ ഫ്രാൻസിസ് അസീസി സുൽത്താനെ പോയി കാണുകയും അദ്ദേഹത്തോട് സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ അധികാരത്തിൻ്റെ രീതി ഉപയോഗിച്ചില്ല, സ്നേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു. സുൽത്താനോട് ദൈവസ്നേഹത്തെക്കുറിച്ച് വാതോരാതെ അദ്ദേഹം സംസാരിച്ചു. കാരണം മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയിൽ പോലും ദൈവ സാന്നിധ്യം ഉണ്ടെന്നും ആ ദൈവ സാന്നിധ്യം ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. നാം ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികൾ പുലർത്തുന്നവരാകാം.
വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാകാം, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ പുലർത്തുന്നവരാകാം, വ്യത്യസ്ത മതങ്ങൾ പാലിക്കുന്നവരാകാം. എന്നാൽ പ്രധാനം, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സഭാപിതാക്കന്മാർ ദൈവ ഛായയെക്കുറിച്ചും സാദൃശ്യത്തെക്കുറിച്ചും നൽകുന്ന അതിമനോഹരമായ പ്രബോധനങ്ങളുണ്ട്. അതിലൊന്നാണ് വിശുദ്ധ ഇരണേവൂസിൻ്റെ പ്രബോധനം. അദ്ദേഹം മനുഷ്യനെ നിർവചിക്കുന്നത് ഇമാഗോ ദേയി എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സാദൃശ്യമാണ് മനുഷ്യൻ. എന്നാൽ ഈ ദൈവിക സാദൃശ്യം നമ്മിലുണ്ടെങ്കിലും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഇരണേവൂസ് പറഞ്ഞു വയ്ക്കും. അതായത് സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ, നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, ക്രൂശിതനിലേക്ക് നോക്കി അവനോട് അനുരൂപപ്പെടുമ്പോൾ നമ്മുടെ ദൈവഛായ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരും. സഭ ആധുനിക യുഗത്തിൽ എന്നുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ ഇങ്ങനെ ദൈവിക സാദൃശ്യത്തിലേക്ക് വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മിലെ ദൈവിക ഛായ വളർന്ന് രൂപപ്പെടുന്നത് ക്രിസ്തുവിലേക്ക് നോക്കി പഠിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയുടെ മുൻപിലും പ്രാർത്ഥനകളിലും നാം വ്യാപരിക്കുമ്പോൾ നമ്മിലെ ദൈവിക ഛായ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ പ്രാർത്ഥന നമ്മുടെ കരുത്തായിരിക്കണം. പ്രാർത്ഥന എന്ന പുണ്യത്തിൽ വളർന്നുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുവാനും ആ ദൈവിക ചൈതന്യത്താൽ ജ്വലിക്കുവാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ നാം എങ്ങോട്ട് കടഞ്ഞു നിന്നാലും അവിടെ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകും. നാം ആരെ ശുശ്രൂഷിച്ചാലും നമ്മളുടെ കരങ്ങളിലൂടെ ദൈവം അവരെ തൊടും. നമ്മളുടെ ഒരു സ്പർശനം സൗഖ്യമായി അവർക്ക് രൂപപ്പെടും. എന്നാൽ അതിനൊക്കെ വേണ്ടത് നാം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്നുള്ള തിരിച്ചറിവിലേക്കും നമ്മെപ്പോലെ തന്നെ നമ്മുടെ സഹോദരന്മാരും ദൈവിക ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വളരുകയും ചെയ്യുക എന്നതാണ്. ഓശാന ഞായറാഴ്ച ജെറുസലേം ദേവാലയത്തിലേക്കുള്ള ഈശോയുടെ രാജകീയമായ പ്രവേശനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈശോയുടെ ചെറുപ്പത്തിൽ യൗസേ പിതാവും മാതാവും ഉണ്ണീശോയെയും കൊണ്ട് മറ്റൊരു പെസഹ തിരുനാളിന് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിനെ നാം ധ്യാനിക്കുന്നത് ഉചിതമായിരിക്കും. അവിടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ മാതാവിനും യൗസേ പിതാവിനും ഉണ്ണീശോയെ നഷ്ടപ്പെടുകയാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് തിരിച്ചു വന്ന് പഠിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഉണ്ണീശോയെ കാണുകയും ഈശോയെ തിരിച്ചു പിടിക്കുകയും ചെയ്യുകയാണ്. നാം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനയിൽ ആഴപ്പെടുമ്പോഴും ഒക്കെ സംഭവിക്കാവുന്ന ഒരു അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈശോയെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്. എന്നാൽ അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്കും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനും പശ്ചാത്തപിക്കുവാനും ജീവിത നവീകരണം കൈവരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ദൈവിക ഛായ, ദൈവിക സാദൃശ്യം അതിന് കോട്ടം വന്നു പോയെങ്കിലും അത് വീണ്ടെടുക്കുവാനും അതിനെ ശക്തിപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ യൗസേ പിതാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വർഷം തിരുസഭയെ പ്രബോധിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ഇറക്കിയിരിക്കുന്ന പ്രബോധനമായ പാത്രിസ് കോർദെ, പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന പ്രമാണരേഖയിൽ എങ്ങനെയാണ് ഒരു പിതാവിൻ്റെ ഛായയിലേക്ക് വരുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യൗസേ പിതാവ് ഈശോയെ സംബന്ധിച്ച് ഭൂമിയിലെ പിതാവായ ദൈവത്തിൻ്റെ നിഴലായിരുന്നു. ആ യൗസേ പിതാവ് സ്നേഹത്തോടെ ഈശോയെ സംരക്ഷിച്ചു. ആവശ്യമായ എല്ലാ പരിചരണവും ഈശോയ്ക്ക് നൽകി. യൗസേ പിതാവിനെ പോലെ നാം ശുശ്രൂഷിക്കുന്ന വ്യക്തികൾക്ക് ഒരു പിതൃഹൃദയത്തോടുകൂടി ശുശ്രൂഷകളും പരിചരണങ്ങളും നൽകുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഭൂമിയിലെ ജീവിക്കുന്ന നിഴലുകളായി നാം രൂപാന്തരപ്പെടുകയാണ്. ശുശ്രൂഷയുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോ തൻ്റെ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞു വെച്ചിരിക്കുന്നത് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി തൻ്റെ ജീവിതം നൽകാനുമാണ് എന്നാണ്. ഈശോ വന്നിരിക്കുന്നത് അനേകർക്ക് മോചനദ്രവ്യമായി തൻ്റെ ജീവനും ജീവിതവും നൽകാൻ വേണ്ടിയായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ധാരാളം വേദനകളും സഹനങ്ങളും ഒക്കെ നാം ബോധപൂർവമോ അല്ലാതെയൊക്കെ സഹിക്കുന്നവരാണ്. നാം പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, അനിവാര്യമായ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിനെ അർത്ഥമുള്ളതാക്കി മാറ്റുന്നത്
നാം എന്തിനെങ്കിലും വേണ്ടിയാണോ അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും സഹിക്കുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികൾ ഈശോയ്ക്ക് വേണ്ടി സഹിച്ചുകൊണ്ട്, മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി സഹിച്ചുകൊണ്ട് വിശുദ്ധരായി മാറി. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയും, സ്നേഹത്തോടെ എടുക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി എടുക്കുന്ന ഒരു കുഞ്ഞ് കരിയിലേക്ക് പോലും ഒരു ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്താനുള്ള കരുത്തുണ്ട് എന്ന്. നാമും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, ഒരു ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു നിസ്സാര കാര്യം ചെയ്താൽ പോലും അതിനൊക്കെ അനിർവചനീയമായ ആത്മീയ ശക്തിയുണ്ട്. ഒരു ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ ആ പ്രവൃത്തി കൊണ്ടൊക്കെ നമുക്ക് സാധിക്കും. എല്ലാ ദിവസവും ആത്മാക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ. നാം ശുശ്രൂഷിക്കുന്ന ശരീരങ്ങളിൽ ദൈവാത്മാവുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ആ ശരീരങ്ങൾ സഹിക്കുന്ന ശരീരങ്ങളാണ്. ആ ശരീരങ്ങൾക്ക് സഹനമുണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണ് ആ സഹനമെന്നുള്ള തിരിച്ചറിവൊന്നും പലപ്പോഴും അവർക്കൊന്നും ഇല്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സഹനത്തിൻ്റെ അർത്ഥം ക്രൂശിതനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം ക്രൂശിതനിലാണ് നമ്മുടെ എല്ലാ സഹനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയൊക്കെ അർത്ഥം നാം കാണുന്നത്. ഈ പീഡാനുഭവ വാരത്തിൽ ഈശോയുടെ കുരിശിലെ സഹനത്തെക്കുറിച്ചും ഉദ്ധാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചുമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂശിതൻ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഒരു സഹനവും വെറുതെയാവുകയില്ല. കാരണം നിങ്ങളുടെ സഹനം എൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ കുരിശിൻ്റെ മറുവശം ഇപ്പോഴും ശൂന്യമാണ്. ആ ശൂന്യസ്ഥലത്ത് നമ്മെ ഓരോരുത്തരെയും നാം തന്നെ കുരിശിൽ തറയ്ക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ ഓശാന ഞായറാഴ്ച 2 ഓപ്ഷൻസ് ആണുള്ളത്. അതിലാദ്യത്തേത് കഴുതപ്പുറത്ത് കയറി സമാധാന രാജാവായി ജെറുസലേമിലേക്ക് പ്രവേശിച്ച ഈശോ. രണ്ടാമത്തേത് കുതിരപ്പുറത്ത് കയറി ഭരിക്കുവാനും അധികാരം കാണിക്കുവാനും ശിക്ഷിക്കുവാനുമായി ജെറുസലേമിലേക്ക് വന്ന പീലാത്തോസ്. ഈശോയുടെ മാതൃക സ്വീകരിക്കുക തികച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ശാന്തതയോടെ പെരുമാറാനുള്ള കഴിവ് നഷ്ടപ്പെട്ടേക്കാം. പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു എന്നുള്ള ചില ചിന്തകളിലൂടെയൊക്കെ നാം കടന്നുപോയേക്കാം. നാം ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ചില തിരിച്ചറിവുകളൊക്കെ നമുക്കുണ്ടായേക്കാം. അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ശാന്തതയൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. എന്നാൽ ഈശോയിൽ മനസ്സുറപ്പിക്കുകയാണെങ്കിൽ അവൻ തന്നെ നമ്മെ നയിച്ചുകൊള്ളും. ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നിയമജ്ഞൻ ഈശോയോട് ചോദിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ഈശോ പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ദൈവത്തെയും സ്നേഹിക്കണം. ഈ മറുപടി കേട്ട് ഫരിസേയൻ പറഞ്ഞു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ആ ഫരിസേയനോട് ഈശോ പറയുകയാണ്, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. ഈ ഫരിസേയൻ്റെ അവസ്ഥ, അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളുള്ള വ്യക്തിയായിരുന്നു. അവന് നിയമം അറിയാമായിരുന്നു. എന്നാലും അവൻ ദൈവരാജ്യത്തിനുള്ളിലായിരുന്നില്ല. നാം വചനം പഠിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, ശുശ്രൂഷിക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മളുടെ സ്ഥാനം എവിടെയാണ്? നാം ദൈവരാജ്യത്തിനുള്ളിലാണോ അതോ ദൈവരാജ്യത്തിന് സമീപം മാത്രമാണോ? ക്രിസ്തുവിനെ നോക്കി, ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കി പഠിക്കുവാനും ജീവിക്കുവാനും അവൻ ചെയ്തതുപോലെ ചെയ്യുവാൻ നാം തുടങ്ങുമ്പോഴും ദൈവരാജ്യത്തിനകത്തേക്ക് നാം എത്തുകയാണ്. ജെറുസലേം ദേവാലയത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ലൂക്കാസ് വിശേഷകൻ 10-ാം അധ്യായത്തിൽ പറയുന്ന മറ്റൊരു സംഭവമാണ് സമരിയാക്കാരൻ്റെ ഉപമ. നല്ല സമരിയാക്കാരൻ അവൻ ജെറുസലേമിലേക്ക് പോയതാണ് എന്ന് നമുക്കുറപ്പില്ല. എന്നാൽ ആ വ്യാപാരി ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയ വ്യക്തിയായിരുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ഹെറോദ് രാജാവ് നിർമ്മിച്ച ഒരു കച്ചവട പട്ടണമായ ജെറീക്കോയിലേക്ക് പോയ വ്യക്തിയായിരുന്നു. എന്നാൽ മുറിവേറ്റ ആ കച്ചവടക്കാരനെ സഹായിക്കുവാൻ ജെറുസലേം ദേവാലയത്തിലെ ഒരു പുരോഹിതനും അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ലേവായനും സാധിക്കാതെ പോയി. അവർ ദൈവിക കാര്യങ്ങൾ ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു. അവർ ഒരുപക്ഷെ ജെറുസലേമിലേക്കായിരിക്കണം പോയിരുന്നത്, ജെറുസലേം ദേവാലയത്തിൽ ആരാധന നടത്തുവാൻ വേണ്ടിയായിരിക്കണം പോയിരുന്നത്. എന്നാൽ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
മുറിവേറ്റ ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാനിടയായാൽ ശരീരത്തിൽ രക്തം പറ്റാൻ സാധ്യതയുള്ളതിനാൽ അശുദ്ധരാകുക എന്നുള്ള ഒരു അപകടം പതിയിരുപ്പുണ്ടായിരുന്നു. അതിനാലായിരിക്കണം അവർ ആ കച്ചവടക്കാരനെ പരിഗണിക്കാതെ കടന്നുപോയത്. എന്നാൽ നല്ല സമരായന് ആ മുറിവേറ്റ കച്ചവടക്കാരൻ്റെ വേദന മാത്രമേ കൺമുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ വേദനയിൽ മനസ്സലിഞ്ഞ് സ്വന്തം സഹോദരനായി മാറി അദ്ദേഹം ആ കച്ചവടക്കാരനെ സഹായിച്ചു. അങ്ങനെ നല്ല സമരായൻ എന്നുള്ള പേരിന് ആ മനുഷ്യൻ അർഹനായി തീർന്നു. നാം പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും വിശുദ്ധ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആ നല്ല സമരായക്കാരനെ പോലെ സഹോദരങ്ങളുടെ നേർക്ക് നമ്മളുടെ കണ്ണുകൾ തുറന്നിരിക്കുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവരാജ്യത്തിനുള്ളിലാണ്, ദൈവരാജ്യത്തിന് സമീപമല്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഈശോ അതാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ നമുക്കുള്ള രണ്ടാമത്തെ സാധ്യതയായ പീലാത്തോസിൻ്റെ സാധ്യത നാം സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ ആവശ്യം കാണുവാനും സഹായിക്കുവാനുമുള്ള നമ്മളുടെ സന്നദ്ധത നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായേക്കാം. കാരണം മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ വഹിക്കേണ്ടതായി വരും. നഷ്ടങ്ങളില്ലാതെ ദൈവത്തെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ദൈവത്തിന് വേണ്ടി നഷ്ടം സ്വീകരിക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ സമ്പാദ്യങ്ങൾ കരുതി വയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ സ്വർഗരാജ്യത്തിന് വേണ്ടി സമ്പാദ്യങ്ങൾ സൂക്ഷിക്കുവാൻ ഈശോയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിൽ വ്യാപരിക്കുന്നവരും ദൈവാത്മാവിനെ പേറുന്ന ദേവാലയങ്ങളായ നമ്മുടെ സഹോദരി സഹോദരന്മാരെ ശുശ്രൂഷിക്കുന്നവരുമായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ പീഡാനുഭവവാരത്തിൽ ഈശോയെ നോക്കി പഠിക്കുവാനും ഈശോയുടെ സ്വഭാവരീതികൾ സാംശീകരിക്കുവാനും ഈശോ പ്രവർത്തിച്ചതുപോലെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബഹുമാനപ്പെട്ട പോൾ അച്ഛനിലൂടെ ഈശോ നമുക്ക് നൽകിയ ബോധ്യങ്ങളെ ഓർത്ത് നമുക്കവിടുത്തോട് നന്ദി പറയാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തു രാജാവിന് എപ്പോഴും സ്തുതിയും നന്ദിയും നൽകാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഏതു പ്രതിസന്ധിയിലും ദൈവമഹത്വം ദർശിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.